നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗായ്സ്, കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായിരുന്നു കഴിഞ്ഞ സീസണിൽ പ്രീതം കോട്ടാലിനെ മാറ്റി കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു താരത്തിനെ സൈൻ ചെയ്യാൻ പോകുന്നുവെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടിട്ടുണ്ടായിരുന്നു. മോഹൻ ബഗാനിലേക്ക് തന്നെ വീണ്ടും പ്രീതം കോട്ടാൽ പോകുകയാണ്. ഒരു സ്വാപ്പ് ഡീലിലൂടെ താരത്തിനെ കൊടുത്ത് മറ്റൊരു താരവുമായിട്ട് ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാൻ പോകുന്നുവെന്നെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അതിന് മുന്നോടിയായി നമ്മൾ പറഞ്ഞിട്ടുമുണ്ടായിരുന്നു മോഹൻ ബഗാൻ്റെ മുൻ താരം പ്രീതം കോട്ടാൽ പോയതിനു ശേഷം സഹൽ അബ്ദുൾ സമദ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചു വരുമെന്ന്. എന്നാൽ സഹലല്ല വരാൻ പോകുന്നത്. പകരം നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത് ദീപക് താങ്കരിയെ എന്ന് പറയുന്ന താരവുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ചയിലാണെന്ന്. പ്രീതം കോട്ടാലിനെ സബ് ലീഗിലൂടെ കൊടുത്തിട്ട് ദീപക് താങ്കരിനെ സ്വന്തമാക്കാൻ പോകുന്നുവെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ പുറത്തുവിടുമെന്ന് കരുതാം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ താരം ഡിമിട്രിയോസ് ഡയമൻഡോക്കോസ്ക്ക് ഈസ്റ്റ് ബംഗാൾ എഫ്സിയിൽ എത്തിയതിൻ്റെ വീഡിയോസും ഫോട്ടോസും എല്ലാം ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. നിരവധി ജനങ്ങളാണ് ഡിമിട്രിയോസ് ഡയമൻഡോക്കോസിനെ സ്വീകരിക്കാൻ വേണ്ടി എയർപോർട്ടിൽ ചെന്നിരിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതേപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസാന സൈനിങ്ങിനെ പറ്റി ഒരു കൺഫർമേഷൻ ന്യൂസ് വന്നിരിക്കുകയാണ്. എന്തായാലും ജസ്റ്റ് റൂമർ ഒന്നുമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഇത് ഒഫീഷ്യലായിട്ട് തന്നെ വരാൻ സാധ്യതയുള്ളൊരു ന്യൂസാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ചൊരു താരവുമായിട്ട് സൈൻ ചെയ്തതായിട്ടാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. 32 വയസ്സുള്ള ഫ്രഞ്ച് താരവുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് സൈനിങ് നടത്തിയെന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. അലക്സാണ്ടർ കഫേ എന്ന് പറയുന്ന ഡിഫൻഡറുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സൈൻ ചെയ്തതായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഏതാനും മിനിറ്റുകൾക്കും മണിക്കൂറുകൾക്കകം തന്നെ ഒഫീഷ്യൽ സൈനിങ് പ്രഖ്യാപിക്കും.